വിശന്നിരിക്കുമ്പോൾ മാത്രമല്ല, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലും തലവേദനയുണ്ട്. പുറമെ പോയി വെയിൽ കൊണ്ടാൽ തലവേദന വരും എന്ന് കരുതി വീടിന്റെ അകത്തിരുന്നാലും പെയിൻ മാറുന്നില്ല. ഉറക്കം കൂടിയാലും കുറഞ്ഞാലും തലവേദനയാണ്. മെൻസസ്, യാത്ര, ക്ലാസ്, മീറ്റിംഗ്, ജോലി, അങ്ങനെ ഏത് സമയത്തും മൈഗ്രെയിൻ തലവേദന വരാം. സത്യത്തിൽ എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടാവുന്നത്? മൈഗ്രെയിനിനെ ഒരു ട്രിഗർ സെൻസിറ്റീവ് ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്ന് പറയാം. അതായത് ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ മൈഗ്രെയിനിലേക്ക് എത്തിക്കുന്ന ചില ട്രിഗറിങ് ഏജൻസ് ആണ്. എന്നാൽ അധികം ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും മൈഗ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒബേസിറ്റി, കുടലിന്റെ ആരോഗ്യം, മാനസികമായ ബുദ്ധിമുട്ടുകൾ, ലൈഫ് സ്റ്റൈൽ, PCOD, തൈറോയിഡ് ഡിസീസ്, റൊമാറ്റിക് കണ്ടീഷൻസ് പോലെയുള്ള രോഗങ്ങൾ, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, അങ്ങനെ പല എലമെന്റ്സും. എന്നാൽ ഇതൊക്കെ ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ വരാതിരിക്കാൻ ചില കാര്യങ്ങൾ ഒഴിവാക്കുക. പെയിൻ കുറയ്ക്കാൻ എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കുക, കോമൺ ആയ കുറച്ച് മെഡിസിൻസ് എടുക്കുക. ഇതുകൊണ്ട് മാത്രം ആയില്ല. ഓരോ ആളുകൾക്കും പേഴ്സണലൈസ്ഡ് ആയ ട്രീറ്റ്മെന്റ് ആണ് മൈഗ്രെയിനിൽ വേണ്ടത് എന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. സൂപ്പർഫിഷ്യൽ ആയ തലവേദന എന്നൊരു ഫാക്ടർ മാത്രം നോക്കാതെ മെന്റൽ, ഫിസിക്കൽ, ഇമോഷണൽ ആസ്പെക്ട് കൂടെ കൺസിഡർ ചെയ്ത് ഓരോ ആളുകൾക്കും വേണ്ട ഇൻഡിവിജ്വലിസ്റ്റിക് ആയ മെഡിസിൻസ് നൽകുന്നത് കൊണ്ട് തന്നെ കറക്റ്റായ ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് നിങ്ങളുടെ മൈഗ്രെയിനും മറ്റു ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും.